നമ്മുടെ ഉദയ സ്റ്റുഡിയോനെ മാക്സിമം കൊണ്ടുവന്ന് രണ്ടാമത് ആ പേര് നമ്മുടെ മലയാളികളുടെ ഇടയിലേക്ക് കൊണ്ടുവന്ന് മാക്സിമം നാറ്റിക്കാൻ നോക്കുന്നുണ്ട് പിൻതലമുറക്കാരനായ നമ്മുടെ കുഞ്ചാക്കോ ബോബൻ. അല്ലാണ്ട് വെറുതെ എന്ത് പറയാനാണ്? അദ്ദേഹത്തിൻ്റെ കാശ് മുടക്കി ഒരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു ദുരൂഹ സാഹചര്യത്തിൽ. അപ്പോൾ എന്തിനാണ് ഈ മനുഷ്യൻ, എന്താണ് ഈ കാശ് വെച്ചിട്ട് ഇത്രയധികം ആൾക്കാർ അധ്വാനം വെച്ചിട്ട് ഇങ്ങനെ ഒരു സിനിമ പിടിക്കാനുള്ള കാരണം എന്ന് എനിക്ക് എത്ര ആലോചിച്ചോട്ടും പിടുത്തം കിട്ടിയില്ല. പണ്ട് മാവോയിസ്റ്റുകൾ ഏതോ ഒരു സ്ഥലത്ത് ഒരു ഹോട്ടലിൽ വന്ന് ഭക്ഷണം ചോദിച്ചു, കാശ് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംഭവം നമ്മൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയ പഴുണ്ടീനത്. അപ്പോൾ ആ പഴുണ്ട എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തൊരു കഥ ഉണ്ടാക്കി. ആ കഥേനെ കുറിച്ച് അതൊക്കെ അന്നത്തെ കാലത്തൊക്കെ ഉണ്ടാക്കിയൊരു 10 ആൾ കയറിയാണ്. ഇതൊക്കെ പശുവും ചൊത്തും മോരിൽ പുളിയും പോയിട്ട് ഈ ചെക്കൻ ഇതൊക്കെ കൊണ്ടുവന്നിട്ട് വീണ്ടും പുരുട്ടി നമ്മുടെ വായിലേക്ക് അണ്ണാക്കിലേക്കും തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ കുഞ്ചാക്കോ ബോബൻ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കഥ കേൾക്കുമ്പോൾ നമുക്കറിയാം അത് 10 ആൾ സിനിമയ്ക്ക് കയറില്ല എന്നുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഊളപ്പടം ഞാൻ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. ഞാൻ വിചാരിച്ചു ആടാണ് ഏറ്റവും വലിയ ഊളപ്പടം എന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു വാഴയാന്ന് വിചാരിച്ചു. പക്ഷേ ഇതിന് രണ്ടിനേക്കാളും ഊളപ്പടം ഈ ചെക്കൻ ഉണ്ടാക്കിയെടുത്തേക്കണത്. അപ്പോൾ വലിയ വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്ത സംഭവമാണ്. അത്ര ഫ്ലോപ്പ് പടം. നിങ്ങളൊരു മനുഷ്യൻ പോലും ആ തിയേറ്ററിൻ്റെ 7 അയലത്തേക്ക് പോകരുത്. ഇതെനിക്ക് പറയാനുള്ളൂ. സിനിമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനൊക്കെ ഒന്നുമില്ലെങ്കിൽ സിനിമയിൽ കുളിച്ച് കളിച്ച് ഇവൻ്റെ കുടുംബക്കാർ മൊത്തം സിനിമാക്കാരാണ്. എന്നാലെങ്കിലും ഒരു മനസ്സിലാവില്ലേ, ബുദ്ധിയും ബോധം ഉണ്ടാവില്ലേ? ഈ ഇടുക്കി ജാഫർ എന്ന് പറഞ്ഞുള്ള ഒരാൾക്ക് ഒരു നല്ലൊരു കഥാപാത്രം കൊടുത്തിട്ടുണ്ട്. മുമ്പ് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യൻ പറയണ ഒരു വാക്ക് പോലും ആ തിയേറ്ററിലിരുന്ന ഒരാൾക്കും മനസ്സിലായില്ല. ഇന്ന് വിഷയമായിട്ട് ഹൗസ് ഫുള്ളൊന്നുമില്ല, ആകെ 10 ആൾ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്, അത്ര തന്നെയുള്ളൂ. അപ്പോൾ ഈ ഡയലോഗ് മനസ്സിലാവാത്ത, വായിൽ പല്ലില്ലാത്ത ഒന്നില്ലെങ്കിൽ മാറ്റി ഡബ് ചെയ്യുക, വേറെ ആരെങ്കിലും കൊണ്ടും. അത് മനസ്സിലാവണില്ല, ഒരു അക്ഷരം മനസ്സിലാവണില്ല. ഈ കഥ എങ്ങോട്ടാ പോകണമെന്ന് ഒരു പിടുത്തമില്ല. ഒരു നിരപരാധിനെ കൊണ്ടുവന്നിട്ട് മാവോയിസ്റ്റ് ആക്കിയിട്ട് എവിടെന്നോ വന്ന് എവിടേക്കോ വന്ന് ഒരാളെ കൊണ്ടുവന്നിട്ട് ആദ്യം അവസാനം കൊണ്ടുവന്ന് ഒരു വീട്ടിൽ കൊണ്ടുവന്ന് കുഞ്ചാക്കോ ബോബൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന്. ഇപ്പോൾ അവിടെ ഒരു ഗിരീഷ് പോത്തനുണ്ട്, അദ്ദേഹമായിട്ട് കുറേ നാടകം സർക്കസൊക്കെ കളിച്ച് കഴിഞ്ഞ് അവസാനം അതിനെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. ഇത് എവിടേക്കോ വന്ന് എവിടേക്കോ പോയി. അപ്പോൾ അങ്ങനെ ഒരു കഥയും വെച്ചിട്ട് ഇതൊക്കെ മലയാളികൾ കയറി കാണും എന്നുള്ള ഈ ചെക്കൻ്റെ തലയിൽ മുമ്പന്നെ ഈ ദൈവം കൊടുത്ത തലച്ചോറെന്ന് പറഞ്ഞാൽ ഇല്ലേ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അത്യാവശ്യം തലച്ചോറുള്ളവർക്ക് തന്നെ അറിയാമല്ലോ ഇത് ഈ സിനിമ തിയേറ്ററിൽ കളക്ട് ചെയ്യില്ല എന്നുള്ളത്. പിന്നെ എന്തിനാണ് ഇതിൻ്റെ സംവിധായകനും ഈ ഉദയ ബാനറും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കാശ് മുടക്കിയിട്ട് ഈ ചെക്കൻ നിന്നത്? അതാണ് നമുക്ക് ചോദിക്കുന്നത്. കുഞ്ചാക്കോ ബോബൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ നടനമൊന്നുമല്ല, ഒരു ശിശു, അത്രയും നമ്മൾ കണക്കാക്കുള്ളൂ. ഇന്നവരെ നമ്മളെ ഞെട്ടിക്കുന്ന അഭിനയം നടത്തിയുള്ള ഒരു വ്യക്തിയൊന്നുമല്ല. പക്ഷേ ഇപ്പോൾ പടങ്ങൾ വളരെ കുറവാണ്. ഇപ്പോൾ വിഷുവിനും വളരെ നല്ല നല്ല പടങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റേതായുള്ളൊരു ക്ഷീണം തീർക്കും നമ്മുടെ കുഞ്ചാക്കോ ബോബൻ എന്ന് വിചാരിച്ചു. ആ ധാരണ കംപ്ലീറ്റ് തെറ്റി. അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയണത്, നിങ്ങൾ മാക്സിമം ഈ സിനിമ കാണാതിരിക്കുക. OTTയിൽ വന്നാലും നിങ്ങൾ കാണാതിരിക്കുക. ഇനിയിപ്പോൾ TV-യിൽ വന്നാലും നിങ്ങൾ കാണാതിരിക്കുക. TV-യിൽ പോലെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ ഓടി തരിച്ച് നിൽക്കും. അത്ര കൂതറ പടമാണത്. സിനിമയായിട്ടല്ല, ഒരു ടെലിഫിലിമായിട്ട് പോലും ഇതിനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഈ കുഞ്ചാക്കോ ബോബൻ്റെ ഒരു കൂതറ അഭിനയം, ആ സുധീഷ് ഒരു ഡോക്ടറായിട്ട് അഭിനയിക്കുന്നുണ്ട്, അതിനേക്കാളും കഷ്ടം. അപ്പോൾ ഇതൊക്കെയാണ് ഈ സിനിമാ ലോകത്ത് നടക്കുന്നത്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആൾക്കാർ സിനിമയ്ക്ക് കയറുക? വിഷയമായിട്ട് തിയേറ്റർ കാലി. അപ്പോൾ കാട്ടിലെ തടി തേവരുടെ ആന, വലിയടാ വലി, ഇതിനൊന്നും കൊണ്ടുവന്ന് കാശ് മുടക്കല്ലേ മക്കളെ.